വീഡിയോ കണ്ട് ഏതെങ്കിലും ഒരുത്തൻ SLC പബ്ലിക് എക്സാമിന് ഫിസിക്സ് നീ 4 പാഠം മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ ദിവസേന വിരലുകൾ 5 കൈകൾ ഇങ്ങനെ അടിൻ്റെ അടുന്ന് കിട്ടും. വെറുതെ പറഞ്ഞാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ മോയാവും. അപ്പോൾ കളിക്കും പിന്നെ എന്തിനാ സാർ ഇങ്ങനെ ഒരു തമ്പിട്ട്. ഞാൻ ഈ വീഡിയോ ആരെ ഉദ്ദേശിച്ചാൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ഏതെങ്കിലും ഒരുത്തൻ ഫിസിക്സ് അവസാനത്തേക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക മോഡൽ എക്സാമിന് മുമ്പ്. അതുവരെ അന്യപുരുഷന്മാരുടെയും അന്യ സ്ത്രീകളുടെയും സബ്ജക്റ്റ് മാത്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ ഇതൊക്കെ പഠിച്ച് നല്ലോണം പഠിച്ച് ഫിസിക്സ് ലാസ്റ്റത്തേക്ക് വെച്ച് പക്ഷേ ഇനി അങ്ങോട്ട് സമയമില്ല സാറേ, എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല മാഷേ, മോഡൽ എക്സാമിന് മുമ്പ് ഫിസിക്സ് 7 പാഠം തീർക്കാൻ പറ്റും തോന്നുന്നില്ല മാഷേ എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ഇതുവരെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 1-2 പാഠം മാത്രം അവിടെയും ഇവിടെയും തൊട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാം എളുപ്പം ക്രാക്ക് ചെയ്യാനും അത് നിങ്ങളെ പബ്ലിക് എക്സാമിനെ ബാധിക്കാതിരിക്കാനുള്ളൊരു പ്ലാനാണ് ഞാൻ പറഞ്ഞത്. പോയിന്റ് നമ്പർ 1, നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ 7 പാഠങ്ങളുണ്ട്. ഇതാണ് ഓർഡർ. 1ാമത്തെ പാഠം എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, 2 മാഗ്നറ്റിക് എഫക്ട്, 3 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, 7 പാഠങ്ങളുണ്ട്. പൊന്നു മക്കളെ, ഇതേ ഓർഡറിൽ പോയിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. 1ാമത്തെ പാഠം പഠിക്കാം, 2ാമത്തെ പാഠം പഠിക്കാം, 3ാമത്തെ പാഠം പഠിക്കാം, അങ്ങനൊന്നും പോകരുത്. ബുദ്ധിപരമായി പഠിക്കുക. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ ഒന്ന് മൂലക്കാക്കുക. SLC എക്സാമിന് ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, വെയിറ്റേജ് ഓർഡർ ഉണ്ട്. ചില പാഠങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില പാഠങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എജുപോർട്ടിൻ്റെ മക്കൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട പാഠം 1ാമത്തെ പാഠം എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ഇങ്ങോട്ട് 2ാമത്തെ പാഠം തൊടാൻ പറഞ്ഞോ? നോ 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 നോ, അതടക്കട്ടെ. ഇങ്ങോട്ട് നേരെ 3ാമത്തെ പാഠം പഠിക്കുക. ഏതാണ് 3ാമത്തെ പാഠം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ഇങ്ങോട്ട് 4ാമത്തെ പാഠം പഠിക്കാൻ പറഞ്ഞോ? വീണ്ടും നോ. ഇങ്ങോട്ട് ഏത് പാഠം പഠിക്കുക? 5ാമത്തെ പാഠം പഠിക്കുക. 5ാമത്തെ പാഠം ഏതാടാ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇങ്ങോട്ട് 6ാമത്തെ പാഠം പഠിക്കുക. 6ാമത്തെ പാഠത്തിന്റെ പേരെന്താ? വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. ഈ 4 പാഠങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾക്ക് വേറെ ഒരു സമയം ഇല്ലാന്നുണ്ടെങ്കിലും ബാക്കി മാത്സോ അല്ലെങ്കിൽ ഫിസിക്സിന്റെ കൂടുതലുള്ള കെമിസ്ട്രിയോ ഏതെങ്കിലും പരീക്ഷയ്ക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 പാഠം പഠിക്കാണ്ട് എക്സാം ആളിലേക്ക് പോവരുത്. ഈ 4 പാഠം എന്നാണ് നന്നായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ ഇത് മൊത്തം പഠിച്ചാൽ ഞങ്ങൾക്ക് A+ കിട്ടുമോ? ഇപ്പോൾ അനങ്ങി അതാ ട്രെൻഡ്. ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ? ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ? അങ്ങനൊന്നും ഞാൻ പറയില്ല. ഈ പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് എന്തായാലും കിട്ടും. ഒരു 40 എക്സാം ആണെങ്കിൽ ഒരു 32, 33 എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് എന്നാ വർത്താന 35 തരണ്ടേ? അപ്പോൾ ബാക്കി പാഠം പഠിച്ച ആൾക്കാർ എന്താ മോയെ? സോ അങ്ങനൊന്നും ഞാൻ പറയില്ല. ഈ പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് A ഗ്രേഡ് എന്തായാലും കിട്ടും. A ഗ്രേഡ് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. അതെങ്ങനെ? എടാ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാം ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഫസ്റ്റ് സെറ്റിൽ. നിങ്ങൾ അതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതിയാവും. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെന്ന് വരും? അപ്പുറത്തെ ഒരു പാഠത്തിനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ 4ാമത്തെ പാഠത്തിന് കോൺകേവ് കണ്ണാടിയുടെ ഒരു ഉപയോഗം എഴുതാമോ? ചിലപ്പോൾ എന്താ 7ാമത്തെ പാഠത്തിൽ അയ്യോ സുതലെ ഹരിതോർജ്ജം ബ്രൗണോർജ്ജമായി തരംതിരിക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറാ. ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് A+ കിട്ടും. സോ ഞാൻ വീണ്ടും പറയുന്നടാ, ഏറ്റവും ഉടായിപ്പുള്ള മാർഗം ആദ്യം ഈ 4 പാഠം നന്നായിട്ട് പഠിക്കുക. ഈ പാഠം പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത പാഠം പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം സാറ് ഞങ്ങൾ ഏത് പാഠം പഠിക്കേണ്ടത്? ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട പാഠം 4ാമത്തെ പാഠം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട പാഠം 2ാമത്തെ പാഠം മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തിക ഫലം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് 7ാമത്തെ പാഠം ഊർജ്ജ പരിപാലനം, എനർജി മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഈ രീതിയിലാണ് ഫിസിക്സിന്റെ ഒരു കുട്ടി പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഉണ്ടാവും. റെഡി? കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഈ പാഠത്തിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ് സാറേ ഞങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്ന ടോപ്പിക്കുകളൊക്കെ നോക്കാണ്ട് എക്സാമിന് പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എജുപോർട്ടിൻ്റെ ഒരു ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. സോ ആ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താഴെ പോയിട്ട് ഫോളോ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. കമൻറ്റ് ബോക്സിൽ പോവുക. ആ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും എന്താടാ നമ്മൾ ഈ ചാനലിൻ്റെ ലിങ്ക്. ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഫിസിക്സിനുള്ള എല്ലാ ഉടായ്പകളും ട്രിക്കുകളും മാത്രം എല്ലാ സംഭവങ്ങളും അതിൽ പറഞ്ഞുതരും. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ 5ാമത്തെ പാഠവും 7ാമത്തെ പാഠവും ഇന്ന് രാത്രി 5, 6, 7 ഈ 3 പാഠങ്ങൾ ഇന്ന് രാത്രി നമ്മൾ എജുപോർട്ടിൻ്റെ ലൈവിൽ പക്കാ ക്ലിയർ ആക്കുന്നുണ്ട്. സോ ഗൈസ്, ഇന്ന് രാത്രി 7 മണിക്ക് എജുപോർട്ടിൻ്റെ ലൈവിലേക്ക് വരിക. 5ാം പാഠവും 6ാമത്തെയും പാഠവും 7ാമത്തെ പാഠം നമ്മൾ മൊത്തം അങ്ങോട്ട് സെറ്റാക്കും. എത്ര മണിക്ക്? 7 മണിക്ക്. വേറെ ഒരു പരിപാടിയും വേണ്ട. ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ. നിങ്ങൾ ഹാൾ ടിക്കറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ ആൾക്കാരൊക്കെ പോയിക്കോളി, ഓലൊക്കെ കൂട്ടിക്കോളി, ഇങ്ങോട്ട് പോയി ഞങ്ങൾ റെഡി ആയി തരാം. സോ ഗൈസ്, ഇന്ന് രാത്രി 7 മണിക്കാണ്. ബൈ.